ഗായ്സ് സിന്ധുവമ്മ അവിടെ എന്തോ പണിയിലാണ്. നമുക്ക് എന്താണെന്ന് നോക്കാവേ. സിന്ധുവമ്മേ എന്നാ പണിയാ? ഇവിടെ ഇരുന്ന് വായിയമ്മയ്ക്ക് ഓരോന്നുണ്ടാക്കാൻ വേണ്ടി അരിഞ്ഞു കൊടുക്കും. കൊടംപുളി എന്നെ എടുക്കുമോ ചോദിച്ചു. അതിന്ന് വായിയമ്മ പറഞ്ഞു കൊടംപുളി വൃത്തിയാക്കി കൊടുത്ത് അച്ചാറിട്ട് തരാമെന്ന്. അപ്പം ഞാൻ കൊടംപുളി അച്ചാറിന് കൊടംപുളി വൃത്തിയാക്കുക. പിന്നെ നമുക്ക് ചീര ഇന്ന് തോരൻ, അപ്പം ചീരത്തോരൻ അതും അരിഞ്ഞു കൊടുത്തു. എല്ലാം അരിഞ്ഞ് വറക്കി ഞാൻ കൊടുക്കുന്നു, അമ്മ ഉണ്ടാക്കുന്നു. അപ്പം അതിന് വേണ്ടി കൊടംപുളി വൃത്തിയാക്കി അരിഞ്ഞ് നമ്മുടെ വെളുത്തുള്ളി പൊളിച്ചു കൊടുക്കണം, മാറ്റി വെച്ചേക്കാം. ഇതൊക്കെയാണ് എൻ്റെ പണി. മനസ്സിലായോ? നല്ല പണിയാണ്. നല്ല പണിയാണ്. പിന്നെ എനിക്കിങ്ങനെ അരിഞ്ഞു വറക്കുന്ന ഇഷ്ടമാണെന്ന് എനിക്ക് അറിയത്തില്ലേ, ഉണ്ടാക്കുന്ന ഇഷ്ടമാണെന്ന് അറിയത്തില്ലേ. എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ ഇത് കിട്ടാൻ എല്ലാവരും പറയും കുക്കിംഗ് എനിക്ക് ഇഷ്ടം. ഇത് ഫ്രിഡ്ജിലേ വെച്ചിരുന്ന ഡിന്നർ കേട്ടോ, നല്ല പഴുത്തൊന്നും പോയതല്ല കേട്ടോ. അച്ചാറിടാൻ വേണ്ടി കുറച്ചെടുത്ത് വെച്ചിട്ട് കുറച്ച് ഉണക്കി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി നമുക്കൊരു ഇച്ചിരി തന്നതാണ്, കുറച്ച് തന്നതാണ്. അപ്പം നമ്മളത് വൃത്തിയാക്കി എടുത്തിട്ട് ഈ അരി ഇട്ടാൽ കിളുക്കുമെന്ന് അറിയത്തില്ലല്ലോ. ഇല്ല, ഫ്രിഡ്ജ് വെച്ചില്ല, കിളക്കത്തില്ല. അതിനെ ഫ്രിഡ്ജ് വെച്ച് കിളുക്കില്ലേ? അതിനാവശ്യമുള്ള ചൂട് കിട്ടിയില്ല. ആര് പറഞ്ഞു? ഇന്നലെയും കൂടെ ഞങ്ങൾക്ക് പഠിക്കാണ്ടായിരുന്നു. ഞാനിങ്ങനെ ഇരുന്ന് 2 കസേരയൊക്കെ ഇട്ട് കാല് നീട്ടിയിരുന്ന് ഇങ്ങനെ എല്ലാം അരിഞ്ഞു കൊടുക്കും. അപ്പം അമ്മയ്ക്കൊരു ഹെൽപ്പാവും. അങ്ങനെ എടുത്താൽ പോരെ, ഇതിൽ കത്തിയിട്ട് കുത്തുന്നേ. അതിന് ഇതുണ്ടോ, ഇത് കത്തിയിട്ട് കുത്തുന്നത്? അത് കത്തി വെച്ച് കുത്താ. കൊടംപുളിയുടെ കുരു എന്തിനാ കത്തി വെച്ച്? എന്നെ പഠിപ്പിക്കുക. അങ്ങനെ എന്തിനാ കുത്തുന്ന? കൈകൊണ്ട് എടുത്ത് കളഞ്ഞാൽ പോരെ. ചെയ്യുമ്പോൾ ഒരു രസത്തിനങ്ങ് ചെയ്യും. മകനെ ഇത് ഇച്ചിരി പഴുത്തു പോയി, അതിന് ഇതിനെ കൊള്ളത്തുള്ളൂ. ഇത് പുഴു ഉണക്കാൻ എടുക്കാൻ കൊള്ളാം. കണ്ടോ, പഴുത്തു പോയി. കുരു ഞാൻ കൊള്ളുമല്ലോ. ഈ കുരു നേരത്തെയൊക്കെ ഈ കുരു ഇല്ലേ, കുരു ഉറിഞ്ചി തിന്നുമായിരുന്നു. പക്ഷെ ഈ പല്ലേൽ ഈ കുരു തട്ടരുത്, തട്ടി കഴിഞ്ഞാൽ പല്ല് നിറയെ മഞ്ഞ നിറവും. ഒരിക്കലും പോകത്തില്ല. ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്മ പറഞ്ഞിട്ടുണ്ട്, 4ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്നപ്പം കടിച്ചതാ, ഇപ്പോഴും പല്ലിലെ മഞ്ഞ നിറം പോയിട്ടില്ല. ഈ കുരു കിളുക്കോ ഇല്ലെന്ന് പറയണേ കൂട്ടുകാരെ, നമുക്ക് നോക്കാം കൂട്ടുകാരെന്ത് പറയുന്നു. കൊടംപുളി അച്ചാറിടുന്ന കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞ് കണ്ടോ. അച്ചാറിടുന്ന നമ്മൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അച്ചാറിടുന്നൊന്നും ഇടാത്തത്. ഇങ്ങനെ ഇതുപോലെ തന്നെ ജാതിക്ക അരിയാൻ പറ്റും. ഏന്നെ ജാതിക്കയുടെ അകത്തു കുരു ഉണ്ടല്ലോ, അത് എടുത്തു കഴിഞ്ഞിട്ട് 2ആയിട്ട് മുറിക്കുമ്പോൾ ഇതുപോലെ ആക്കി ഞാൻ മുറിച്ചിട്ട് മുളക് ഉപ്പും തേച്ച്. ആദിക്കുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ജാതിക്ക തിന്നുന്നത്. ആദിക്കുട്ടൻ ജാതിക്ക കുറച്ച് കടിച്ചു പറിച്ചോ ഈയുടെ രസം. പൊട്ട് ജാതിക്കൊക്കെ അങ്ങനെ പറയത്തില്ല, ഞാൻ ആ രസം പറയത്തില്ല കേട്ടോ. കൈസ് പറയില്ല കേട്ടോ, പറയില്ലേ എന്നത് എനിക്കറിയാത്തത് കാര്യം ഞാൻ എങ്ങനെ പറയും. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അമ്മ അത് പറയില്ല കേട്ടോ, എനിക്കറിയത്തില്ലായിരിക്കും. എന്നിട്ട് പറയും പറയില്ല, വീഡിയോ ഓഫ് ചെയ്തിട്ട് പറയാം. അത് പറഞ്ഞിട്ട് അവനിങ്ങനെ ജാതിക്ക തിന്നുന്നതാണ്. ഈ പുളി തിന്നാനും നല്ല രസമാണ്, പക്ഷെ ഭയങ്കര പുളി, എൻ്റെ പല്ല് പുളിച്ച് പോകും. മറ്റേ നമ്മുടെ മുറുക്ക് അല്ലേ അപ്പൂപ്പന്മാരൊക്കെ, അതുപോലെ ജാതിക്ക ഇട്ട് മുറുക്കാടി പൊളിയ മുറുക്കാൻ്റെ ചെറിയൊരു മണം കാണുന്നത്. കൂട്ടുകാരി, ഇവിടെ നല്ല മഴയാണ്. അപ്പോഴാണ് നമ്മൾ അമ്മയ്ക്ക് പുളി അരിഞ്ഞു കൊടുത്തു, ചീരത്തോരന് അരിഞ്ഞൊക്കെ കൊടുത്തു. അപ്പോൾ അമ്മ അത് ഉണ്ടാക്കുമ്പോഴത്തേനും ഞാനും അതിക്കൊണ്ട് നിങ്ങൾ ഈ മഴയൊക്കെ കണ്ട് ഇടിഞ്ഞ് ഇരിക്കുവാണ്. അടിപൊളി മഴയാണ്, കണ്ടോ, നല്ല വെള്ളമൊക്കെ ചാടുന്നുണ്ട്. അപ്പോൾ ചെടിയെല്ലാം ചരിഞ്ഞു പോയി. അപ്പം നമുക്കിതാ ചൂട് ചോറൊക്കെ ആയിട്ട് അമ്മ വന്നിട്ടുണ്ട്. എന്തൊക്കെ കറിയുണ്ടെന്ന് നോക്കാം. ചീരത്തോരനുണ്ട്, വെണ്ടയ്ക്കാത്തിയിൽ ഇന്നലെ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ നമ്മുടെ ചമ്മന്തി അമ്മ അത് വൈകിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അച്ചാർ ഇതെല്ലാം കൂടെ കൂട്ടി അതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ഉണക്കമീനും ഉണ്ടേ, അതൊക്കെ കൂട്ടി കഴിക്കാമെന്ന് ഓർത്തു. അപ്പം നമ്മളിതാ അതെല്ലാം കൂട്ടി ആദിക്കുട്ടിന് വാരി കൊടുക്കുകയാണ്. ആദിക്കുട്ടിന് കുറച്ച് വാരി കൊടുക്കാമെന്ന് വെച്ചു. ആദിക്കുട്ടന് അടുത്തിരിപ്പുണ്ട്, അമ്മ അടുത്തുണ്ട്. അപ്പം ആദിക്കുട്ടൻ തന്നെ വാരി കഴിക്കും, ഇടയ്ക്കൊക്കെ ഇങ്ങനെ വാരി കൊടുക്കും. വാരി കൊടുത്തതിൻ്റെയാണ് ഒരു ഇതൊക്കെ കാണിക്കുന്നത്. പകുതി വാരി കൊടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അന്നേരം ഞാൻ കഴിച്ചോളാമെന്ന് പറഞ്ഞ് മേടിച്ചു. നമുക്ക് സ്വന്തമായിട്ട് കഴിക്കുന്ന ഒരു ഇത്. ആദിക്കുട്ടന് അങ്ങനെ ഒത്തിരി വാരി കൊടുക്കുന്നോ അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇതാള്, അത് ഒരു ടൈപ്പാണ്. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക തീയിലൊക്കെ വെച്ച് ചോറ് വാരി കൊടുക്കുക. അമ്മ അടുത്തിരുന്ന് കഴിക്കുന്നുണ്ട്, ഞാനും കഴിക്കാൻ പോവുകയാണ്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ.